ഹലോ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ്. ഒരു കുഞ്ഞു ഷോർട്ട് നോട്ടായി ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാലോ, ലിപ്പിഡ്സ് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിമ്പിൾ ലിപ്പിഡ്, കോമ്പൗണ്ട് ലിപ്പിഡ് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഓക്കെ, ഈ കോമ്പൗണ്ട് ലിപ്പിഡ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്. ഫോസ്ഫോലിപ്പിഡ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. കണ്ടില്ലെങ്കിൽ പോയി കാണാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലൈക്കോലിപ്പിഡ്സാണ്. ഗ്ലൈക്കോലിപ്പിഡ്സ് ഈസ് എ കോമ്പൗണ്ട് ലിപ്പിഡ്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഈസ് എ ഗ്ലൈക്കോലിപ്പിഡ്? ഗ്ലൈക്കോലിപ്പിഡ് ഈസ് എ കോമ്പൗണ്ട് ലിപ്പിഡ് കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ് ഇൻ അഡീഷൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ആൽക്കഹോൾ. നമുക്കറിയാലോ, ഈ കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റി ആസിഡ് പ്ലസ് ആൽക്കഹോൾ പ്ലസ് അതർ സബ്സ്റ്റൻസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അതർ സബ്സ്റ്റൻസ് എന്താ? കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ ആണ്. നമ്മൾ ഫോസ്ഫോലിപ്പിഡിൽ കണ്ടത് എന്താ? ഫോസ്ഫോറിക് ആസിഡ് ആയിരുന്നു. എങ്കിൽ ഇവിടെ എന്താ? ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ ആണ്. നമുക്കപ്പോൾ ഫാറ്റി ആസിഡ് എങ്ങനെ വരിക? ഒരു ഗ്ലൈക്കോലിപ്പിഡ് ഫാറ്റി ആസിഡ് പ്ലസ് ആൽക്കഹോൾ പ്ലസ് ഒരു കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനാവും ഒരു ഗ്ലൈക്കോലിപ്പിഡ് ഉണ്ടാവുക. ഡെഫിനേഷൻ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കമ്മിങ് ടു ദ ടൈപ്സ്. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഗ്ലൈക്കോലിപ്പിഡ്സ് 2 ടൈപ്സ് ഉണ്ട്: സെറിബ്രോസൈഡും ഗാംഗ്ലിയോസൈഡും. ഇത് എന്തിൻ്റെ ബേസിലായി ക്ലാസിഫിക്കേഷൻ നടത്തിയെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ, പ്രസൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂവിൻ്റെ ബേസിലാണ്. അപ്പോൾ നമുക്ക് സെറിബ്രോസൈഡ് നോക്കാം. സെറിബ്രോസൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ, അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ എന്ന് പറയുന്നത് ഏതാ? ഗ്ലൂക്കോസ് ഓർ ഗാലക്ടോസ് ആണ്. ഗ്ലൂക്കോസും ആവാം ഓർ ഗാലക്ടോസും ആവാം, ഏതെങ്കിലും ഒന്ന്. നമ്മൾ ഗ്ലൂക്കോസ് ആണ് കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ ആയിട്ട് അവിടെ പ്രസൻറ്റ്, നമ്മുടെ കയ്യിലുള്ള ഗ്ലൈക്കോലിപ്പിഡ് പ്രസൻ്റ് എങ്കിൽ നമ്മൾ ആ ഗ്ലൈക്കോലിപ്പിഡിനെ എന്ത് വിളിക്കും? ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇഫ് ഗാലക്ടോസ് ആണ് പ്രസൻ്റ് എങ്കിലോ ഗാലക്ടോസ് സെറിബ്രോസൈഡ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഈ സെറിബ്രോസൈഡിന് കുറച്ച് 4 എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ. എക്സാമ്പിൾസ് ആണ് എന്ത്? കെരാസിൻ, നെർവോൺ, ഓക്സി നെർവോൺ, സെറിബ്രോൺ. ഇത് കാണാതെ പഠിച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് ഗാംഗ്ലിയോസൈഡ്. സെറിബ്രോസൈഡ് ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഗാംഗ്ലിയോസൈഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ എന്ന് പറയുന്നത് ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് സിയാലിക് ആസിഡ്സ്. സെറിബ്രോസൈഡിൽ ഏതായിരുന്നു? ഗ്ലൂക്കോസ് ഓർ ഗാലക്ടോസ് ആണ്. എങ്കിൽ ഗാംഗ്ലിയോസൈഡിൽ ബോത്ത് ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് സിയാലിക് ആസിഡ് ആസ് കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ GM1, GM2, GM3, GD, GT. ഇതിലൊക്കെ G എന്ന് പറയുന്നത് ഡിനോട്ട് ഗാംഗ്ലിയോസൈഡ്. MDT എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഗ്ലൈക്കോലിപ്പിഡിൽ എത്ര നമ്പർ ഓഫ് സിയാലിക് ആസിഡ് പ്രസൻറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കുന്നു. M മീൻസ് മോണോ, അതായത് ഒരു സിയാലിക് ആസിഡ് പ്രസൻറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. D മീൻസ് ഡൈ, അപ്പോൾ 2 സിയാലിക് ആസിഡ് ഉണ്ടാവും. T മീൻസ് ട്രൈ, അപ്പോൾ 3. അങ്ങനെ. പിന്നെ 1, 2, 3 എന്നൊക്കെ പറയുന്നത് ഈ ക്രൊമാറ്റോഗ്രഫിക് മൈഗ്രേഷൻ, അത് വലിയ മൈൻഡ് ആക്കണ്ട. ഓക്കെ, അതിന് ക്രൊമാറ്റോഗ്രഫിക് മൈഗ്രേഷന് ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ 1, 2, 3 എന്നുള്ള നമ്പറൊക്കെ ഇവിടെ വന്നത്. ഓക്കെ, ഇനി ഗ്ലോബോസൈഡ് എന്താണെന്ന് പറയാം. ഈ ഗ്ലോബോസൈഡ് എന്ന് വെച്ചാൽ ഗാംഗ്ലിയോസൈഡിൻ്റെ പ്രിക്കേഴ്സറാണ്. പ്രിക്കേഴ്സർ ഓഫ് ഗാംഗ്ലിയോസൈഡ് ഈസ് കോൾഡ് ഗ്ലോബോസൈഡ്. അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ സിയാലിക് ആസിഡ്. അതിൽ സിയാലിക് ആസിഡ് പ്രസൻ്റ് അല്ല. എന്താ ഉള്ളൂ? ഒളിഗോസാക്കറൈഡ്സ് മാത്രമേ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓക്കെ അല്ലേ? ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഡെഫിനേഷൻ പഠിച്ചു, നമ്മൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫംഗ്ഷനിലൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മേജർ ഗ്ലൈക്കോലിപ്പിഡ്സ് ഈസ് ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ദി സെൽ മെംബ്രെയിൻ, എക്സ്പെഷ്യലി ഇൻ നെർവസ് ടിഷ്യൂസ്. ഇത് ഓർക്കണേ, നെർവസ് ടിഷ്യൂവിലെ സെൽ മെംബ്രെയിനിലെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് നമ്മുടെ ഗ്ലൈക്കോലിപ്പിഡ്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഗ്ലൈക്കോലിപ്പിഡ് ഉണ്ടല്ലോ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ ലെയറിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതെന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് പ്ലേ കീ റോൾ ഇൻ സെൽ ടു സെൽ ഇൻട്രാക്ഷൻ, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്. അതിനൊക്കെ എന്ത് ചെയ്യും? അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് തേർഡ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ,
ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ എന്തിന് ബേസ് ചെയ്താണ് ചെയ്യുന്നത്? നമ്മുടെ RBC ഉണ്ടാവും, RBCയിൽ മേലെ ബ്ലഡ് സർഫസ് ആൻറ്റിജൻസ് ഉണ്ടാവും. ബ്ലഡ് ഗ്രൂപ്പ് സർഫസ് ആൻറ്റിജൻസ് ബേസ് ചെയ്തതാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഈ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് ആർ സെൽ സർഫസ് ഗ്ലോബോസൈറ്റ്സ്. Hence, globocytes present on the RBC are the determinants of the blood group ABO. നമ്മുടെ RBCൻ്റെ മേലെ പ്രസൻ്റ് ആയിട്ടുള്ള ഈ ബ്ലഡ് സർഫസ് ഗ്ലോബോസൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയും സം ആർ ഹോർമോൺ റിസപ്റ്റേഴ്സ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുന്ന ഷോർട്ട് ടോപ്പിക്ക്. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പിലിടാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. Okay, thank you.